എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് ധാരാളം ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ആഘോഷങ്ങൾ, എന്തിനു വേറെ പറയുന്നു, എല്ലാം ആഘോഷിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് ആഘോഷങ്ങളില്ലാതെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാറില്ല, ശരിയല്ലേ? അപ്പം ഈ ആഘോഷവേളകളിലൂടെ നമുക്കൊരു വരുമാനം അഡീഷണലായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിച്ചാലോ? അത് എങ്ങനെയെന്നല്ലേ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ആഘോഷവേളകളിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്ന്. ഇപ്പോഴ് നമ്മളൊരു ഫങ്ഷൻ വരികയാണെങ്കിൽ, അതായത് പെരുന്നാളായിക്കോട്ടെ, ഉത്സവങ്ങളായിക്കോട്ടെ, ആഘോഷങ്ങൾ എന്തുമായിക്കോട്ടെ, ആ ആഘോഷങ്ങൾക്കനുസരിച്ചുള്ള വ്യവസായങ്ങൾ, ചെറിയ ചെറിയ സംരംഭങ്ങൾ, ചെറിയ ചെറിയ വ്യവസായങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഇന്ന് നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഓരോ പ്രത്യേക ദിവസങ്ങളും അവർക്ക് ഓരോരോ ഉത്സവങ്ങളാണ്, ഓരോരോ ഓഫറുകളാണ്. അതവർ ആഘോഷിക്കുകയാണ്, അതിനെ ബ്രാൻഡ് ചെയ്യുകയാണ്, അതിലൂടെ പരസ്യം അവർ മാക്സിമം ജനങ്ങളിൽ എത്തിക്കുന്നു, അതിലൂടെ ബിസിനസ് വളർത്താൻ ശ്രമിക്കുന്നവരാണ്. നമുക്കും ഇതേ തന്ത്രങ്ങൾ നമ്മുടെ ബിസിനസ്സിലും ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ പ്രത്യേക ദിവസങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ മുൻകൂട്ടി സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയൊക്കെ ജനങ്ങളിൽ അറിയിക്കുക, ഓഫറുകൾ കൊടുക്കുക, അതുവഴിയൊക്കെ നമുക്ക് വ്യവസായം നമുക്ക് ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതൊന്നുമല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സീസണലായിട്ടുള്ള, അതായത് എന്ത് പ്രത്യേകതയാണോ വരാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനം. അത് ചിലപ്പം ഡ്രസ് മെറ്റീരിയലായിരിക്കാം, ഭക്ഷണ സാധനങ്ങളായിരിക്കാം, കസ്റ്റമൈസ്ഡ് ഐറ്റംസ് ആയിരിക്കാം, അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ. അതൊക്കെ നമ്മൾ ആ സീസണുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി അത് ആ സമയത്ത് നമ്മൾ വിൽക്കാൻ ശ്രമിക്കണം. അപ്പം നമുക്കെന്താണ്, നല്ല മാർജിൻ കിട്ടും, നല്ല പ്രോഫിറ്റാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ബാക്കിയുള്ളവർ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, നല്ല നല്ല ഉൽപ്പന്നങ്ങൾ വിൽക്കുക, നല്ല നല്ല സർവീസുകൾ ആ സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുവഴിയൊക്കെ നമുക്ക് ഉയർന്ന വരുമാനങ്ങൾ ലഭ്യമാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ പ്രോഡക്റ്റുകൾ മാത്രമേ നമുക്ക് സീസണിൽ വിൽക്കാൻ പറ്റുള്ളൂ. അല്ല, നമ്മുടെ സർവീസുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളൊക്കെ ചെയ്യാൻ പറ്റും. ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്കൊക്കെ ധാരാളം അവസരങ്ങളാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വരാൻ പോകുന്നത്. അവയൊക്കെ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നമ്മൾ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് അതിനൊരു പ്രത്യേക പ്ലാനിങ് തയ്യാറാക്കണം, അതിന് വേണ്ട അറേഞ്ച്മെൻറ്റുകളെല്ലാം ചെയ്യുക. അങ്ങനെ മുൻകൂട്ടി നമ്മൾ ക്ലയൻസിനെ അപ്രോച്ച് ചെയ്യണം. അതായത് നമുക്കൊരു ഈവൻറ്റ് പ്ലാനർ ഉണ്ടാവണം. ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളൊക്കെ ഈവൻറ്റ് പ്ലാനറൊക്കെ തയ്യാറാക്കിയിട്ടാണ് ചെയ്യുക. ഇപ്പം നമ്മളെപ്പോലുള്ള ആളുകളാണെങ്കിലും നമുക്കതൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മുടെ ബിസിനസ് ആ സീസണിലാണെങ്കിൽ ആ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എങ്കിലും നമ്മൾ, കുറച്ച് മുന്നേ എങ്കിലും നമ്മളത് ജനങ്ങളിൽ എത്തിക്കണം. ഇതുപോലെ ഈ സീസൺ വരാറായി, ഇതുപോലൊക്കെ നമ്മുടെ ഉൽപ്പന്നങ്ങളും പ്രോഡക്റ്റുകളും ഒക്കെ ഉണ്ട്, ഓഫറുകളൊക്കെ കൊടുക്കുന്നെങ്കിൽ ഓഫറുകളൊക്കെ കൊടുക്കാം, ഇതിൻ്റെ പ്രത്യേകത എന്താണ്, അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ കൂടുതൽ ആളുകൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് നിങ്ങളുടെ ഒരിക്കൽ അന്വേഷിച്ച് വരും. കാരണം അവർക്ക് ആ സമയം അത് ആഘോഷിക്കുന്നതാണ്. അതാണ് പറഞ്ഞത്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ആണ് നമ്മൾ ഇതുപോലുള്ള പ്രോഗ്രാംസ് വരുമ്പോൾ, അല്ല ഇതുപോലുള്ള പ്രത്യേക ദിവസങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത്. ഇപ്പം നമുക്ക് ഇപ്പോൾ അറിയില്ലെങ്കിൽ, നമുക്കിപ്പോൾ അധികം പ്രോഡക്റ്റുകളൊന്നും കിട്ടാനില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓൺലൈൻ സൈറ്റുകളുണ്ട്. ബൾക്കായിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഹോൾസെയിൽ പ്രൈസിലൊക്കെ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കാൻ കഴിയുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. ഇന്ത്യ മാർട്ട് പോലുള്ളവയൊക്കെ ഉണ്ട്. അതിലൊക്കെ നിങ്ങൾ പോയി നോക്കിക്കൊള്ളുക. നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കണം കേട്ടോ. കാരണം പല കമ്പനികൾ, ഇഷ്ടം പോലെ കമ്പനികളുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രോഡക്റ്റ് കിട്ടും എന്നുള്ള ഉറപ്പുള്ള കമ്പനികളിൽ നിന്ന് വേണം നിങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്യാനായിട്ടൊക്കെ. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന സർവീസ് എപ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സർവീസുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മളിപ്പോൾ മറ്റൊരു സന്ദർഭത്തിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിവ്യൂസൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ പിന്നീട് നമ്മുടെ സർവീസിനെ അത് ബാധിക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കുക, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മുടെ അരികിൽ തന്നെ വന്നെത്തുന്നതാണ്. ഇപ്പം ഓണക്കാലമായെന്ന് കൂട്ടുക. ഓണം എല്ലാവർക്കും അറിയാം. ഓണ സമയത്ത് എന്തൊക്കെ കച്ചവടങ്ങൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും.
നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഡ്രസ് മെറ്റീരിയൽ, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. നല്ല വിഷമൊന്നുമില്ലാത്ത പച്ചക്കറികൾ വിൽക്കാൻ സാധിക്കില്ലേ? അതും പറ്റും. പൂക്കൾ വിൽക്കാൻ പറ്റില്ലേ? അതും പറ്റും. പിന്നെന്താണ്, ഉപ്പേരി വറുത്തിട്ടുള്ള ഐറ്റംസൊക്കെ അതൊക്കെ വിൽക്കാൻ പറ്റില്ലേ? അത് വിൽക്കാൻ പറ്റും. പിന്നെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഫാൻസി ഡ്രസ്സിൽ, അതായത് മാവേലി അതുപോലുള്ളവരൊക്കെ സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സുകൾ അത് ചെയ്യാൻ പറ്റും. പിന്നെ മൺകലങ്ങൾ, കുടങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഇതെല്ലാം നമുക്ക് ഓണക്കാലത്ത് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അതുപോലെ കേറ്ററിങ്, അത് കൂടുതൽ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻറ്റ് മാനേജ്മെൻറ്റുകൾ, ഏതെങ്കിലും ഓണപരിപാടികളൊക്കെ മാനേജ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈവൻറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇനി അടുത്ത് നമുക്ക് ക്രിസ്മസ് വരുന്നുണ്ട്. ക്രിസ്മസ് സമയം ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും? കേക്ക് നിർമ്മിക്കാം, സ്റ്റാറുകൾ, പുൽക്കൂടുകൾ, അതിൻ്റെ ലൈറ്റിങ്സ് അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ പെരുന്നാൾ, ഈദുൽ ഫിത്തർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, അതിനു വേണ്ടിയുള്ള ഈവൻറ്റ് പ്ലാനുകൾ, ഈവൻറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്, ഇതൊക്കെ നമുക്ക് അതിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വരുന്നത് എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ടോ, അല്ലെങ്കിൽ വരും ദിവസങ്ങൾ എന്തൊക്കെ പ്രത്യേക ദിവസങ്ങൾ വരുന്നോ അതിനെയൊക്കെ നമ്മളൊന്ന് മുൻകൂട്ടി കണ്ടുവെച്ച് അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അവയൊക്കെ ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് ഒരു ചാർട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വളരെ ലാഭം നമുക്ക് നേടാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ഒട്ടും മടി കാണിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ കൊടുത്താൽ എങ്ങനെ അപ്പോൾ മറ്റേ ആളങ്ങനെ കൊടുക്കുന്നില്ല. നമ്മൾ നല്ല സർവീസ് കൊടുത്താൽ ആരാണെങ്കിലും നമ്മുടെ ഒരിക്കലല്ലേ വരുള്ളൂ, മറ്റൊരിടത്തും ആരും പോവില്ല. നമ്മൾ അവർക്ക് അഫോർഡബിളായ റേറ്റ് കൊടുക്കുക, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്യുന്നു. ക്വാളിറ്റിയുള്ള അല്ല ഗുണമേന്മ കൂടിയിട്ടുള്ള സർവീസുകൾ, പ്രോഡക്റ്റുകൾ എന്താണോ നമ്മൾ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഉത്സവ സീസണുകളിലൊക്കെ നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്ത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വളരെ കൂടുതലാണ്. പ്രോഫിറ്റ് അത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് വളരെ കൂടുതലാണ്. അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയ തുകയിൽ ആകുന്നുള്ളൂ. ആ ചെറിയ തുക വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിൽ സംരക്ഷിക്കാനും സാധിക്കും. അത് നമുക്ക് വിൽക്കാനായിട്ടുള്ള അവസരങ്ങളാണ് ഉണ്ടാകുന്നത്.